കാലചക്രം അന്വേഷിച്ച് നടന്നപ്പോഴൊന്നും എന്റെ കയ്യിൽ കിട്ടിയില്ല. കയ്യെത്തും ദൂരത്ത് വന്നിട്ടും അത് കൈവശപ്പെടുത്താൻ പറ്റിയില്ല. അവർ രണ്ടുപേരും കാലചക്രം എവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നാലും അത് ഞാൻ എങ്ങനെയും തേടി കണ്ടുപിടിച്ചിരിക്കും. ചേച്ചി, അല്ല ചേച്ചി, നിങ്ങൾ ഇവിടെ നിൽക്കായിരുന്നാ? ചേച്ചി ആണ്ട് അവിടെ മണിയണ്ണ അന്വേഷിച്ചോണ്ടിരിക്കണ്. എന്തിനായിരിക്കും എന്നെ അന്വേഷിച്ചത്? മോളെ കാണണോന്ന് പറഞ്ഞു. എന്തിനെന്നൊന്നും എനിക്കറിയില്ല. ചേച്ചി അങ്ങോട്ട് ചെല്ലി. ശരി. ആ അച്ഛനെന്തിനാ ഇങ്ങനെ തനിച്ച് ഇരട്ടത്തിരിക്കുന്നേ? എന്തിനാ അച്ഛ കരയുന്നേ? കാര്യം എന്താന്ന് പറ. അയ്യോ എണീക്കച്ചാ, അച്ഛൻ എന്തേ കാണിക്കുന്നേ? എഴുന്നേക്ക. എന്റെ ഗംഗ മോളെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ മോളുടെ കാല് പിടിച്ച് അപേക്ഷിക്കാം, ഗംഗയെ വെറുതെ വിട്. അവളെ എവിടെയായിരുന്നാലും ഒരു ആപത്തും വരാതെ തിരിച്ചു തരണം നീ എനിക്ക്. ഗംഗയുടെ ജീവിതത്തിൽ ഇന്ന് വരെ കഷ്ടപ്പാടുകൾ മാത്രമായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഇപ്പോഴെന്നെ മോളൊന്ന് ജീവിക്കാൻ തുടങ്ങി. അവള് സന്തോഷമായിട്ട് ജീവിക്കട്ടെ മോളെ. ഞാൻ നിന്റെ കാല് പിടിച്ച് അപേക്ഷിക്കാം. എന്റെ മോളെ നീ എവിടെയാ മോളെ? ഗംഗ, ഗംഗ. അച്ഛാ, അച്ഛൻ എന്താ പറ്റിയേ? ഞാൻ അച്ഛന്റെ കൂടെ തന്നെ ഇല്ലേ? ഞാൻ ഗംഗയാണ് അച്ഛാ, അച്ഛന്റെ സ്വന്തം മോള്. എന്തൊക്കെയാ കാണിക്കുന്നേ? അല്ല, നീ എന്റെ ഗംഗയല്ല, നന്ദിനിയാ. നീ എന്റെ ഗംഗയാണെന്നും പറഞ്ഞ് എല്ലാവരെയും കബളിപ്പിച്ചിട്ടുണ്ടാവോ? എന്നാ ഞാൻ നിന്നെ നിന്റെ സ്വരൂപത്തിൽ തന്നെ കണ്ടു നന്ദിനി. നീ നന്ദിനിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി നീ എന്നെ പറ്റിക്കാൻ ശ്രമിക്കണ്ട. എന്റെ മോളെ നീ എനിക്ക് തിരിച്ചുതാ നന്ദിനി. എന്റെ മോളെ എനിക്ക് വേണം. നിനക്ക് വേണ്ടി ഗംഗ ഇന്ന് വരെ എന്തൊക്കെ സഹിച്ചിട്ടെന്നറിയാലോ. അവള് നിന്നെ ഇത്രയും നാള് ദൈവത്തെ പോലെ കണ്ടിരുന്നത്. എന്നിട്ട് നീ തന്നെ ഇപ്പൊ അവളുടെ രൂപത്തില് കൊട്ടാരത്തിൽ കയറി പറ്റിയിരിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഗംഗയ്ക്ക് നല്ലൊരു ജീവിതമല്ലേ നീ ആഗ്രഹിക്കേണ്ടത്? അവളുടെ ജീവിതം എങ്ങനെ ഇല്ലാതാക്കുന്ന എന്തിനാ മോളെ? ഞാനും ഗംഗയും തമ്മിലുള്ള ആത്മബന്ധത്തെ പറ്റി എനിക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഗംഗ ഇപ്പൊ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്കൊക്കെ ഏത് വിധത്തിൽ നന്മ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി ആരെയും തന്നെ ഞാൻ ഇതുവരെ ജീവനോടെ വിട്ടിട്ടില്ല. ഇപ്പൊ നിങ്ങളെയും ജീവനോടെ വിടാൻ പാടില്ലാത്തതാണ്. പക്ഷേ എനിക്ക് നിങ്ങളെ കൊല്ലാൻ മനസ്സ് വരുന്നില്ല. കാരണം നിങ്ങൾ എന്റെ ഭക്തിയുടെ അച്ഛനായിപ്പോയി. ഗംഗയ്ക്ക് ഒരു ആപത്തും ഉണ്ടാകില്ല. ഞാൻ വന്ന കാര്യം പൂർത്തിയായ ഉടനെ ഗംഗയെ ഭദ്രമായി ഞാൻ ഈ വീട്ടിൽ കൊണ്ടെത്തിച്ചിരിക്കും.
അതുവരേക്കും ഞാൻ നന്ദിനിയാണെന്നുള്ള കാര്യം ഒരാളും അറിയരുത്. എന്നെ ചതിക്കാൻ നോക്കിയാൽ പിന്നെ ഞാൻ ആരോടും ഒരു ദാക്ഷിണ്യവും കാണിക്കില്ല. എന്ത് ചെയ്യാനും മടിക്കില്ല ഞാൻ. ഗംഗയെ പിന്നീട് നിങ്ങൾ ഒരിക്കലും കണ്ടെന്ന് വരില്ല. അതുകൊണ്ട് പറയുന്നത് അനുസരിക്കാൻ നോക്ക്. ബാക്കി എല്ലാ റൂമും തിരഞ്ഞു നോക്കി കഴിഞ്ഞതാണ്. എന്തിനായാലും നീ ഈ റൂമും കൂടെ നമുക്കങ്ങ് തിരഞ്ഞു കളയാം. ഇതെന്തരിത്? എന്തിനായിരിക്കും എന്തോ? ഈ സാധനം കണ്ടിട്ട് നല്ല പഴക്കമുള്ളത് പോലെയാണ് തോന്നുന്നത്. എന്തിനേലും ആയിട്ട് പോട്ട് ഒരു സെൽഫി എടുത്ത് വെച്ചേളെ. എന്താ ഇത് ലോക്ക് ചെയ്തിരിക്കുന്നേ? ഉള്ളിലപ്പോ ആരോ ഉണ്ടല്ലോ. ആരകത്ത്? കഥക് തുറക്ക്. ചോദിച്ചത് കേട്ടില്ലേ? ആരാന്ന്? എന്തിനാ കഥ അടച്ചിട്ടേ? അതിന് മോളെ എന്തിനാ ഇപ്പൊ എന്റെ റൂമിലേക്ക് വന്നേ? ഞാൻ ഈ റൂം വൃത്തിയാക്കാനായിട്ടാണ് വന്നത്. റൂം ക്ലീൻ ചെയ്യാൻ വന്നതാണെങ്കിൽ കഥക് തുറന്നു വെച്ചിട്ട് ചെയ്തൂടെ നിനക്ക്? എന്തിനാ ഈ കഥക് ലോക്ക് ചെയ്തേ? അത് പിന്നെ മോളെ, ഈ കഥവൊക്കെ ഇങ്ങനെ തുറന്നു വെച്ച് ചെയ്താ ഈ കൊട്ടാരത്തിലെ കഥവുകളെല്ലാം കാറ്റത്ത് ഡമ്മ ഡമ്മെന്ന് അടഞ്ഞു പോവാണ് മോളെ. അത് കേട്ടോലോ എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് കഥകളൊക്കെ അടച്ചിട്ട് ചെയ്തത്. ആർക്ക് പേടി? നിനക്കോ? ഇനി ഈ റൂം ക്ലീൻ ചെയ്യാൻ വരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതിന് ശേഷം നീ വരാവൂ. തന്നിഷ്ടത്തിന് വന്ന് ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഓ ശരി മോളെ, ഞാൻ ഇനി അങ്ങനെ ചെയ്യൂ. ആ മോളെ ദേഷ്യപ്പെടില്ല കേട്ടാ. ഞാൻ മോളെ കൂടെ ഒന്നൊരു സെൽഫി എടുക്കട്ടെ? പോ. ഓക്കെ.
കാലചക്രം കൈക്കലാക്കാനായിട്ട് അരുണിന്റെ രൂപം സ്വീകരിച്ച് അകപ്പെട്ടിരിക്കുകയാണല്ലോ. ഇനിയിപ്പം ഞാൻ എങ്ങനെ എന്റെ പഴയ രൂപത്തിലേക്ക് മാറുന്നത്? ആ കാലചക്രം രാജശേഖരന്റെ കയ്യിൽ നിന്നും വാങ്ങിയെടുത്താൽ മാത്രമേ എനിക്ക് പഴയതുപോലെ എന്റെ സ്വയരൂപത്തിലേക്ക് മാറാൻ കഴിയൂ. എങ്ങനെയും ആ കാലചക്രം എനിക്ക് കൈക്കലാക്കിയെടുക്കണം. എങ്ങനെയും എനിക്കെന്റെ പഴയ രൂപത്തിലേക്ക് മാറിയേ മതിയാവൂ. ഇനിയും ഈ രൂപത്തിൽ തുടരാൻ എനിക്ക് പറ്റില്ല. രാജശേഖരന് കൊച്ചുമകളെന്ന് പറഞ്ഞാൽ ജീവനല്ലേ? എന്റെ സ്വരൂപം തിരിച്ചെടുക്കാൻ ഇവൾ മാത്രമാണിപ്പോൾ എനിക്കുള്ള ഏക മാർഗം. എന്താ മോളെ? എന്ത് പറ്റി അച്ഛാ? ഈ ചില്ലൊക്കെ എന്താ ഉടങ്ങി കിടക്കുന്നേ? അത് പിന്നെ ഇപ്പോ വേനൽക്കാലല്ലേ മോളെ, അതുകൊണ്ടാ ഈ ചൂട് താങ്ങാൻ പറ്റാതെ കണ്ണാടി പൊട്ടി വീണത്. അത് ശരിയാ അച്ഛാ, പുറത്തെനിക്ക് കളിക്കാനേ പറ്റുന്നില്ല, അത്രയ്ക്ക് വെയിലാ. ഈ വെയിലത്ത് തണുത്ത 2 ഐസ്ക്രീം കഴിച്ചിട്ട് വന്നാലോ മോളെ? ഹായ്, ഐസ്ക്രീമോ? വാ പോയി കഴിക്കാം. ശരി, വന്നപ്പോ ദേവസേനെ, ഈ വെയിലത്ത് ദേവസേനയും കൂട്ടി നീ എങ്ങോട്ടേക്ക് പോവാ? എന്റെ മോളെ എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൂട്ടിക്കൂട്ട് പോകുന്നതിനെന്താ? അതൊന്നും ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. ആന്റി, ഞാനും അച്ഛനും പുറത്തു പോയി ഐസ്ക്രീം കഴിക്കാൻ പോവാ. ഐസ്ക്രീം കഴിക്കാൻ പോവാ? ശരി, പോയിട്ട് വാ. ദേവസേനെ, എന്തിനാ അവരോടൊക്കെ സംസാരിച്ച് നിൽക്കുന്നേ? വാ പോവാ. ഈയിടെയായിട്ട് ഇവന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. അച്ഛാ, എനിക്ക് ഐസ്ക്രീം വാങ്ങുമ്പോഴേ വാനില ഫ്ലേവർ മതിട്ടോ. അന്നൊരിക്കലും മഴ പെയ്തപ്പോ അച്ഛൻ എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തന്നില്ലേ? നമുക്ക് ആ ഷോപ്പിലേക്ക് തന്നെ പോവാ. അവിടത്തെ കോൺ ഐസ്ക്രീമിന് ഭയങ്കര ടേസ്റ്റാ. അവിടെയല്ല മോളെ, അതിനേക്കാൾ നല്ല ഐസ്ക്രീം കിട്ടുന്ന വേറൊരു സ്ഥലത്ത് പോ. നിനക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ആ കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചുതരാം. ഓക്കെ മോളെ? വേണ്ട അച്ഛാ, ഞാൻ പറഞ്ഞ ഷോപ്പിലെ ഐസ്ക്രീം സൂപ്പറാ. ഓക്കെ ദേവസേനെ, നിനക്ക് വാനില ഐസ്ക്രീം തന്നെ വാങ്ങിത്തരാം. ഹലോ, എന്താ രാജശേഖര, സുഖമല്ലേ തനിക്ക്? ഭൈരവി, നീയോ? അപ്പൊ തനിക്ക് ഭൈരവിയുടെ ശബ്ദം കേട്ടാ തിരിച്ചറിയാം. അന്ന് ആ കാലചക്രം എടുത്തോണ്ടല്ലേ നീ പോയത്? ഇനി നിനക്ക് എന്താ വേണ്ടത്? ആവശ്യമില്ലാതെ നീ എന്തിനാ വിളിക്കുന്നേ? ഈയിടെയായിട്ട് തനിക്ക് അത്ര നല്ല കാലമല്ല. ഇപ്പോ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിട്ട് കൂടിയാ തന്നെ ഞാനിപ്പോ ഫോൺ ചെയ്തത്. പേരക്കുട്ടി ദേവസേനയ്ക്ക് വേണ്ടിയും മകൻ അരുണിന് വേണ്ടിയും രാജശേഖരൻ ജീവൻ പോലും കളയുന്നാണല്ലോ കേട്ടത്. അതുള്ളതാ? ദേവസേനയ്ക്ക് വേണ്ടിയും മകൻ അരുണിന് വേണ്ടിയും രാജശേഖരൻ ജീവൻ പോലും കളയുന്നാണല്ലോ കേട്ടത്. അതുള്ളതാ?
നിന്റെ പേരക്കുട്ടിക്കോ അരുണിനോ എന്തെങ്കിലും ആപത്തുണ്ടായാൽ കൊല്ലും ഭൈരവി നിന്നെ ഞാൻ. തനിക്കറിഞ്ഞൂടെ രാജശേഖര, എപ്പോഴും ഭൈരവി തന്നെ അതിശയിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന്. തന്റെ പേരക്കുട്ടി ദേവസേനയില്ലേ, അവളിപ്പോ എന്റെ കൈകളിലാണുള്ളത്. തന്റെ പൊന്നുമോൻ അരുണും ഇപ്പൊ എന്റെ ബന്ധനത്തിൽ തന്നെയാണുള്ളത്. എന്തായി പറയുന്നേ? തന്റെ മകനെയും പേരക്കുട്ടിയെയും ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ താൻ കൈവശം വെച്ചിരിക്കുന്ന കാലചക്രം എന്റെ കയ്യിൽ കൊണ്ടു തരണം. കാലചക്രം താൻ തരുന്നുണ്ടോ അതോ തന്റെ പേരക്കുട്ടിയെയും മകനെയും പറഞ്ഞയക്കട്ടെ ഞാൻ? അവരെ നീ ഒന്നും ചെയ്യരുത്. ഞാൻ എവിടെയാ വരേണ്ടത് പറഞ്ഞാ മതി, അവിടെ വരാൻ ഞാൻ. താൻ മാത്രം വന്നിട്ട് കാര്യമില്ല രാജശേഖര. കയ്യോടെ താൻ ആ കാലചക്രവും എടുത്തോണ്ട് തിരുവാലങ്കാടിന്റെ അതിർത്തിയിലേക്ക് വരണം. ശരി, വരാൻ ഞാൻ. ആവേശം കൊണ്ട് നീ അവരെ ഒന്നും ചെയ്തു കളയരുത്. അതും ഇപ്പൊ തന്റെ കൈകളിൽ തന്നെയാ. ഈ പ്രാവശ്യവും എന്നെ കബളിപ്പിക്കാനാണ് തന്റെ ഭാവമെന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്റെ മകനെയും പേരക്കുട്ടിയെയും ജീവനോടെ കാണുമെന്ന് താൻ കരുതണ്ട. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ തനിക്ക്? എന്താ രാജശേഖര, എന്താ തന്റെ മുഖം വല്ലാതിരിക്കുന്നേ? ഇനി താൻ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ആ നന്ദിനിയെ ഞാൻ വരുതിയിലാക്കിക്കോളാം. ഇപ്പോഴത്തെ പ്രശ്നം നന്ദിനിയല്ല, ഭൈരവിയാ. ഭൈരവിയോ? താൻ എന്താ ഈ പറയുന്നേ? ഭൈരവി അതിനെന്താ ചെയ്തേ? ഭൈരവി ദേവസേനയെ അരുണിനെ കടത്തിക്കൊണ്ട് പോയിട്ട് കാലചക്രം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക. ആ കാലചക്രം എടുത്തോണ്ട് തിരുവാലങ്കാടിന്റെ അതിർത്തിയിലേക്ക് ചെല്ലാനാ പറഞ്ഞത്. ഞാൻ അവളുടെ അനുജത്തി കവിതയുടെ ആത്മാവിനെ ബന്ധിച്ചു വെച്ച് അവളെ നമ്മുടെ വഴിക്ക് വരുത്താന്ന് വിചാരിച്ചപ്പോ അവള് ദേവസേനയും അരുണിനെയും ബന്ധിയാക്കിക്കൊണ്ട് നമ്മളെ അവളുടെ വരുതിക്ക് വരുത്താൻ ശ്രമിക്കുവാണല്ലേ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്റെ മകനും പേരക്കുട്ടിക്കും യാതൊരു ആപത്തും ഉണ്ടാകരുത്. ഭൈരവി പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. പറഞ്ഞതുപോലെ കാലചക്രം ഞാൻ ഭൈരവിക്ക് കൊടുത്തിട്ട് ദേവസേനയെ അരുണിനെയും ചെന്ന് കൂട്ടിക്കൊണ്ടുവരട്ടെ മാധവി. ആപത്തിലേക്ക് ചെന്ന് ചാടുന്നത് പോലെ ആവില്ലേ അത്? ദേവസേനയും അരുണിനെയും തിരിച്ചു കൂട്ടിക്കൊണ്ടുവരേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. ദേവസേനയും അരുണിനെയും തിരിച്ചു കൂട്ടിക്കൊണ്ടുവരേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. ജാനകി, ദേവസേനയും അരുണിനെയും ഭൈരവി കടത്തിക്കൊണ്ടു പോയിരിക്കുക. നീ ആ ഭൈരവി എവിടെയാണെങ്കിലും ചെന്ന് കണ്ടുപിടിച്ച് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുവാ. അവള് വലിയ മന്ത്രവാദിനിയാ. ഇതിനു മുൻപൊരിക്കല് എന്നെ ബന്ധിച്ചിട്ടുള്ളതാ. എനിക്ക് അവൾ എങ്ങനെ എതിർത്ത് നിൽക്കാൻ പറ്റും? ആ ഭൈരവിക്കിനി ഒരിക്കലും നിന്നെ ഒന്നും ചെയ്യാനാകാത്ത രീതിയിൽ ഞാൻ നിനക്ക് ശക്തികൾ തന്നിരിക്കുക. ഞാനിപ്പോൾ നിനക്ക് നൽകിയ ശക്തി ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ആ ഭൈരവിയെ കബളിപ്പിച്ച് ദേവസേനയും അരുണിനെയും തിരികെ കൂട്ടിക്കൊണ്ടുവാ.
എന്താ മാധവി, നീ ഇപ്പൊ ജാനകിക്ക് ശക്തികൾ കൊടുത്ത് അയച്ചതിന് പകരമായി നിനക്ക് തന്നെ നേരിട്ട് പോയി അവരെ കൂട്ടിക്കൊണ്ട് വരായിരുന്നില്ലേ? ജാനകി ഒരിക്കലും തന്റെ ഭർത്താവായ അരുണിനെയും മകൾ ദേവസേനയും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെയാ അവളെ ഞാൻ പറഞ്ഞയച്ചത്. അവൾ ഏതു വിധേനയും ഭൈരവിയെ കബളിപ്പിച്ച് ദേവസേനയും അരുണിനെയും ആപത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വരുന്നതാണ്. അരുണേട്ടൻ ദേവസേനയുടെ അടുത്തുണ്ടല്ലോ. ഭൈരവിയെ കാണുന്നുമില്ല. ഇവരിവിടെ വിട്ടിട്ട് ഈ ഭൈരവി ഇത് എവിടെ പോയതാ?